ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് നോട്ട് ജെഎസിൽ എന്താണ് HTTP മോഡ്യൂൾ എന്നാണ് നോക്കാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇതും നോട്ട് ജെഎസിന്റെ ഒരു കോർ മോഡ്യൂൾ, അതായത് ഒരു ബിൽറ്റ് ഇൻ മോഡ്യൂൾ ആണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡ്യൂളും HTTP മോഡ്യൂൾ ആണല്ലേ. അപ്പൊ HTTP മോഡ്യൂളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അറിയാമായിരിക്കും അല്ലെ. ഏറ്റവും ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ വെബ് ബ്രൗസറിൽ നമ്മളൊരു URL ടൈപ്പ് ചെയ്യുമ്പം സപ്പോസ് ഇതൊരു വെബ് പേജിന്റെ റിക്വസ്റ്റ് ആണെന്ന് വിചാരിച്ചോ, ഒരു സെർവറിൽ ഈ വെബ് പേജസും ആപ്ലിക്കേഷൻസും ഒക്കെ സ്റ്റോർഡ് ആയിരിക്കും അല്ലെ. ഈ റിക്വസ്റ്റ് വെബ് സെർവർ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് സെർവറിലേക്ക് പോകും. ആ വെബ് പേജ് ഡൗൺലോഡ് ചെയ്ത് റെസ്പോൺസ് വരും അല്ലെ. അപ്പൊ ഇതിന് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടോകോള് HTTP പ്രോട്ടോകോൾ ആണെന്ന് നമുക്കറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോള്. ഇതാണ് ഈ കമ്മ്യൂണിക്കേഷന്റെ ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. എന്ത് ടൈപ്പ് ഡാറ്റ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഫോർമാറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഈ ഒരു HTTP പ്രോട്ടോകോൾ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കും അല്ലെ. ഇനി നോട്ട് ജെഎസിലേക്ക് വരുന്ന സമയത്ത് നോട്ട് ജെഎസ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാം. സെർവർ ക്ലയന്റ് കമ്മ്യൂണിക്കേഷനും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് വെബ് ആപ്ലിക്കേഷനോ മൊബൈൽ ആപ്ലിക്കേഷനോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെബ് ഫ്രെയിംവർക്സ് അവൈലബിൾ ആണ്. അതായത് എക്സ്പ്രസ്, നെസ്റ്റ്, ഹാപ്പി, കൊയ, സെയിൽസ് ഒക്കെ. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് എക്സ്പ്രസ് ആണ്. കൂടുതലും എല്ലാവരും യൂസ് ചെയ്യുന്നത് എക്സ്പ്രസിന്റെ ഫ്രെയിംവർക്ക് ആണ്. അവിടെ നമുക്ക് ഈ ലോ ലെവൽ ഇംപ്ലിമെന്റേഷനെ പറ്റി അധികം അറിയാവേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കറസ്പോണ്ടിങ് റിക്വയർമെന്റ് മാത്രം ഇംപ്ലിമെന്റ് ചെയ്താൽ മതി. ഈ വെബ് സെർവർ ക്രിയേഷനും HTTP റിക്വസ്റ്റ് ഒക്കെ അതിന്റെ ബാക്ക് എൻഡിൽ ഹാൻഡിൽ ചെയ്തോളും. നമുക്ക് ഈസി ആയിട്ട് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാം. പക്ഷേ വാനില JSൽ നോട്ട് JS യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ രണ്ട് റീസൺ ഉണ്ട്. ഒന്ന്, നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത്, എല്ലാ പ്രൊജക്റ്റും ഈ ഫ്രെയിംവർക്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്റ്റിൽ വാനില JS മാത്രം യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസും പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾക്കും അല്ലാതെ തന്നെ നമുക്കിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഇതിപ്പോ ഓൾറെഡി ഫ്രെയിംവർക്സ് ഒക്കെ അവൈലബിൾ ആണല്ലോ, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുന്നവർക്കുള്ള ആൻസർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആസ് യൂഷ്വൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് HTTP മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാം. HTTP ഫ്രം HTTP. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെർവറിനെ ക്രിയേറ്റ് ചെയ്യുവാണ്. അതിന് ഇതിനകത്ത് ബിൽറ്റ് ഇൻ ആയിട്ട് ക്രിയേറ്റ് സെർവർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. സോ HTTP ഡോട്ട് ക്രിയേറ്റ് സെർവറിനെ കോൾ ചെയ്യുന്നു. ഇനി ഈ ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒരു റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ കോൾ ബാക്ക് ഫംഗ്ഷൻ എനിക്ക് എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ആരോ ഫംഗ്ഷൻ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കോൾ ബാക്ക് ഫംഗ്ഷന് രണ്ട് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഒന്ന് റിക്വസ്റ്റും രണ്ടാമത്തത് റെസ്പോൺസും. ഈ രണ്ട് ആർഗ്യുമെന്റ്സും രണ്ട് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റില് റിക്വസ്റ്റ് ഒബ്ജക്റ്റിന്റെ അകത്ത് നമുക്ക് ഇൻകമിംഗ് റിക്വസ്റ്റിന്റെ ഇൻഫർമേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് അതിന്റെ മെത്തേഡ്, ഹെഡർ, ഡാറ്റ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക. സെക്കൻഡ് ഒബ്ജക്റ്റ് റെസ്പോൺസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഈ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ സ്റ്റാറ്റസ് കോഡ്, അതുപോലെ ഹെഡേഴ്സ്, റെസ്പോൺസിന്റെ ബോഡി ഒക്കെ സ്പെസിഫൈ ചെയ്യാം. ഞാൻ ഈ രണ്ട് ആർഗ്യുമെന്റിന് കൊടുക്കുവാണ്, റിക്വസ്റ്റ്, റെസ്പോൺസ്. വേരിയബിൾ നെയിം ഒക്കെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇൻകമിംഗ് റിക്വസ്റ്റിനെ HTTP മോഡ്യൂൾ തന്നെ ഹാൻഡിൽ ചെയ്തോളും. റെസ്പോൺസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിന്റെ സ്റ്റാറ്റസ് കോഡും അതുപോലെ ഡാറ്റന്റെ ഫോർമാറ്റും ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് റെസ്പോൺസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡോട്ട് റൈറ്റ് ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പോവാണ് റെസ്പോൺസ് കോഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്റ്റാറ്റസ് കോഡ് 200 ആണെങ്കിൽ സക്സസ് ആയിരിക്കും, 500 ആണെങ്കിൽ ഇന്റേണൽ സെർവർ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ നെറ്റ്വർക്ക് ടാബിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. രണ്ടാമത്തത് നമ്മൾ കണ്ടന്റ് ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ഈ റിക്വസ്റ്റിന്റെ റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ആണ്. സോ കണ്ടന്റ് ടൈപ്പ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടന്റ് ടൈപ്പ് ആയിട്ട് പ്ലെയിൻ ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഫൈനൽ സ്റ്റെപ്പ് ഞാൻ ഈ റെസ്പോൺസിന്റെ ബോഡിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടെക്സ്റ്റ് ആണ് റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പോകുന്നതെന്ന്. റെസ്പോൺസ് ഡോട്ട് എൻ മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഇതിനകത്താണ് നമ്മൾ ടെക്സ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഹലോ വേൾഡ് എന്നാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് സെർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് റെസ്പോൺസും സെറ്റ് ചെയ്തിട്ടുണ്ട്.
നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ സെർവറിനെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മൾ ഒരു പോർട്ട് നമ്പറും ഒരു ഹോസ്റ്റ് നെയിമും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ടിൽ നിന്ന് വരുന്ന റിക്വസ്റ്റിനെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന റെസ്പോൺസ് സെൻഡ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഈ ക്രിയേറ്റ് സെർവർ മെത്തേഡിനെ റിട്ടേൺ ചെയ്യുന്നത് ഒരു സെർവർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാണ്. ഈ സെർവർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് ബിൽറ്റിൻ ആയിട്ട് ഒരു ലിസൺ മെത്തേഡ് ഉണ്ട്. ഇവിടെയാണ് നമ്മൾ പോർട്ട് നെയിമും ഹോസ്റ്റ് നെയിമും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മൾ സെർവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ പോർട്ടിൽ ലിസൺ ചെയ്യും, റിക്വസ്റ്റിനെ കറസ്പോണ്ടിങ് റെസ്പോൺസ് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യും. സെർവർ ഡോട്ട് ലിസൺ മെത്തേഡിനെ കോൾ ചെയ്യാം. ഇവിടെ ഞാൻ പോർട്ട് നമ്പർ കൊടുക്കുവാണ്. ഞാൻ ഇവിടെ കൊടുക്കുന്നത് 4000 ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോർട്ട് നമ്പർ കൊടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഹോസ്റ്റ് നെയിം ആണ്. ഹോസ്റ്റ് നെയിം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതും എഗെയിൻ ഓപ്ഷനിലാണ്. നമ്മൾ സെർവറിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഞാൻ ജസ്റ്റ് ഒരു കൺസോൾ ലോഗ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാണ്. അതിന്റെ അകത്തൊരു സ്റ്റാർട്ട് സെർവർ എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, നമ്മൾ Node.js HTTP മോഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറും അതിന്റെ അകത്ത് index.mjs ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ കോഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുവാണ്. ആദ്യം HTTP മോഡ്യൂൾ ഫോൾഡറിൽ എൻ്റർ ചെയ്തിട്ട് ഫയൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇവിടെ വന്നിട്ടുണ്ട്. സെർവർ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രൗസറിൽ നിന്ന് URL കൊടുത്ത് ഈ സെർവറിനെ റിക്വസ്റ്റ് ചെയ്യാം. സോ ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ ലോക്കൽ ഹോസ്റ്റ് തന്നെയല്ലേ. സോ ഞാൻ ലോക്കൽ ഹോസ്റ്റ് നെക്സ്റ്റ് പോർട്ട് നമ്പർ കൊടുക്കുന്നു. 4000 അല്ലേ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കൊടുക്കുമ്പോൾ ആ റെസ്പോൺസ് കറസ്പോണ്ടിങ് വന്നിട്ടുണ്ട്, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ ഈ റിക്വസ്റ്റും റെസ്പോൺസും ഒബ്ജക്റ്റ് ജസ്റ്റ് ഒന്ന് കൺസോൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടും. സാധാരണ നമ്മൾ ഇതുപോലെ HTTP റിക്വസ്റ്റ് ചെയ്യുമ്പോഴും റെസ്പോൺസ് കിട്ടുമ്പോഴും ഒക്കെ അതിന്റെ ഡാറ്റ ഫോർമാറ്റ് JSON ആയിരിക്കും അല്ലെ. JSON ഫോർമാറ്റ് ആണ് ഒരു ക്ലയന്റ് സെർവർ കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡാറ്റ ഫോർമാറ്റ്. ഒരു JSON എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കണ്ടന്റ് ടൈപ്പ് ടെക്സ്റ്റ് പ്ലെയിനിന് പകരം JSON-ലേക്ക് ചേഞ്ച് ചെയ്യണം. JSON സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് application/JSON ആണ് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതാണ് ഞാൻ JSON ആയിട്ട് സെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ കോൺസ്റ്റന്റ് ഒരു പേഴ്സൺ ഒബ്ജക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് സെൻഡ് ചെയ്യാം. ഇനി സെൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിനെ സ്ട്രിങ്ങിഫൈ ചെയ്യണം. അതായത് JSON സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എറർ അടിക്കും. സ്ട്രിങ്ങിഫൈ ചെയ്യുന്ന മെത്തേഡ് നമുക്കറിയാലോ, JSON.stringify എന്നാണല്ലേ. ഇതിലേക്ക് ഈ ഒബ്ജക്റ്റ് പാസ് ചെയ്യാം. JSON സ്ട്രിങ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് JSON സെൻഡ് ചെയ്തു. എഗെയിൻ ഞാൻ എന്റെ സെർവർ ഒന്ന് റൺ ചെയ്യുവാണ്. ഇനി നമ്മൾ ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ആ JSON സ്ട്രിങ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ട്രിങ് ആണ്. നമ്മൾ JSON.pass മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇത് ഒബ്ജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കൊരു HTML കണ്ടന്റ് എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ കണ്ടന്റ് ടൈപ്പ് ചേഞ്ച് ചെയ്യണം. എഗെയിൻ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെയിം ഫോർമാറ്റിലെ കണ്ടന്റ് ടൈപ്പ് text/HTML എന്ന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് HTML കണ്ടന്റ് സക്സസ്ഫുൾ ആയിട്ട് ക്ലയന്റ് സൈഡിലേക്ക് സെൻഡ് ചെയ്യാം. നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ റിമൂവ് ചെയ്യുവാണ്. ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു HTML കണ്ടന്റ് ആണ് കൊടുക്കുന്നത്. ഒരു h1 ടാഗ് HTML ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഇതിന്റെ കണ്ടന്റ് ആയിട്ട് ഹലോ വേൾഡ് എന്ന് കൊടുക്കുന്നു. എഗെയിൻ നമ്മുടെ സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ബ്രൗസറിൽ വന്ന് റിഫ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ കണ്ടന്റ് വന്നിട്ടുണ്ട്. h1 ടാഗ് ആയതുകൊണ്ട് ബോൾഡ് ഫോർമാറ്റിൽ ആ h1 ഫോർമാറ്റിൽ നമുക്ക് ഈ ഹലോ വേൾഡ് ബ്രൗസറിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ സ്ട്രിംഗ് ഫോർമാറ്റിൽ HTML കണ്ടന്റ് അല്ലല്ലോ കൊടുക്കാറ്. ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ് അല്ലേ സാധാരണ ക്ലയന്റ് സൈഡിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ കണ്ടന്റ് നമ്മുടെ റിക്വസ്റ്റിന് കറസ്പോണ്ടിങ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ
അതിന് വേണ്ടിയിട്ട് ഞാനൊരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. ഈ ഫോൾഡറിൽ തന്നെ index.html ക്രിയേറ്റ് ചെയ്യുന്നു. HTML ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു H1 ടാഗിൽ വെൽക്കം ടു മൈ സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അപ്പൊ ഈ HTML ഫയലിലെ കണ്ടന്റ് ആണ് നമ്മൾ റെസ്പോൺസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ കണ്ടന്റ് ടൈപ്പ് സെയിം ആയിരിക്കും, HTML തന്നെയായിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് ഈ ഫയലിനെ റീഡ് ചെയ്യണം അല്ലേ. അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പഠിച്ച FS മോഡ്യൂൾ യൂസ് ചെയ്യണം. അതിന്റെ റീഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ റീഡ് ചെയ്യേണ്ടത്. സോ ഞാൻ ആദ്യം ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു കണ്ടന്റ് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ FS മോഡ്യൂളിനെയും കൂടെ ഇമ്പോർട്ട് ചെയ്യുവാണ്. FS ഡോട്ട് ഞാൻ ഇവിടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഡ് ഫയൽ സിങ്ക്രണസ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിങ്ക്രണസ് വേയിൽ പോയാൽ മതി. ഫയലിന്റെ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്ത് വേരിയബിളിലേക്ക് അക്സസ് ചെയ്തതിന് ശേഷം ഈ റെസ്പോൺസ് ചെയ്താൽ മതി. അതിന് മുന്നേ റെസ്പോൺസ് ചെയ്താൽ നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും റെസ്പോൺസ് ആയിട്ട് പോവില്ല അല്ലെ. സോ ഞാൻ സിങ്ക്രണസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അസിങ്ക്രണസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം പാരലൽ ആയിട്ട് നടക്കും, നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിന്റെ അകത്ത് സാധാരണ പോലെ തന്നെ നമ്മൾ പാത്താണ് കൊടുക്കുന്നത്. നമ്മൾ index.html ഫയൽ നെയിം ഡയറക്റ്റ് കൊടുത്താൽ മതി, കാരണം ഈ ഫോൾഡറിൽ തന്നെയാണ് HTML ഫയൽ ഉള്ളത്. ഇനി n മെത്തേഡിന്റെ അകത്ത് ഈ HTML വേരിയബിൾ ആണ് പാസ് ചെയ്ത് കൊടുക്കുന്നത്. എഗെയിൻ ഞാൻ സെർവർ റീസ്റ്റാർട്ട് ചെയ്യുവാണ്. ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ HTML ഫയൽ റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഫയലിന്റെ കണ്ടന്റ് കറക്റ്റ് ആയിട്ട് റെൻഡർ ചെയ്തിട്ടുണ്ട് അല്ലെ ബ്രൗസറിൽ. ഇനി വേറൊരു കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇതുപോലെ സ്റ്റാറ്റിക് ആയിട്ടുള്ള HTML ഫയൽസ് ആയിരിക്കില്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് HTML ടെംപ്ലേറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ടെംപ്ലേറ്റ് ഫയൽസിന്റെ പ്രത്യേകത എന്താ, ഡൈനാമിക് ആയിട്ട് നമുക്ക് ചില വാല്യൂസിന് സെറ്റ് ചെയ്തിട്ട് അതിനെ റെൻഡർ ചെയ്യാൻ പറ്റണം, റെസ്പോൺസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റണം. അതായത് ഇപ്പൊ യൂസർ ഒരു URL ഒരു യൂസർ നെയിം സെൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ യൂസർ നെയിം ഈ HTMLന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ അക്സസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യേണ്ടതോ വേറെ ഏതെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഒരു HTML ടെംപ്ലേറ്റ് ഫയല് റെസ്പോൺസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം. എഗെയിൻ നമുക്ക് കണ്ടന്റ് ടൈപ്പ് HTML തന്നെയാണ്. ഈ സെയിം HTML ഫയലിന്റെ അകത്ത് ഞാനൊരു ഡൈനാമിക് കണ്ടന്റും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇനി അതിന് H2 ടാഗാണ് എടുക്കുന്നത്. ഇതിന്റെ അകത്ത് ഹലോ സ്പേസ് ഡബിൾ ബ്രേസസിന്റെ ഉള്ളില് ഞാൻ നെയിം എന്ന് പറഞ്ഞിട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നു. ഈ നെയിം ഡൈനാമിക് ആണ്. യൂസർ എന്താണോ റിക്വസ്റ്റിൽ വന്നിരിക്കുന്ന നെയിം ആ നെയിം ആയിരിക്കണം നമ്മൾ റെസ്പോൺസിൽ ഈ നെയിമിന്റെ പോർഷനിൽ സെറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യേണ്ടത്. ഇവിടെ URL അല്ല നെയിം സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഒരു നെയിം കോൺസ്റ്റന്റ് ഈ സെർവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് അതാണ് ഡൈനാമിക് ആയിട്ട് നമ്മുടെ ടെംപ്ലേറ്റ് ഫയലിൽ പാസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഡൈനാമിക് ആയിട്ട് ഒരു നെയിം കോൺസ്റ്റന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റിന്റെ ബിൽറ്റിൻ ആയിട്ടുള്ള മെത്തേഡിലെ സ്ട്രിംഗ് റീപ്ലേസ് മെത്തേഡ് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടെംപ്ലേറ്റ് ഫയൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. FS മോഡ്യൂളിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് റീഡ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബഫർ ഡാറ്റ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. നമ്മൾ അതിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ. ഞാനിവിടെ UTF യൂസ് ചെയ്തിട്ട് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലേ നമുക്ക് സ്ട്രിംഗ് ഫംഗ്ഷൻ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്, കോൺസ്റ്റന്റ് ആണ്, നെയിം ഈക്വൽ ടു ഒരു നെയിം കൊടുക്കുന്നു. ഞാൻ അതിനൊന്ന് സെറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് റീപ്ലേസ്മെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഡോട്ട് റീപ്ലേസ് മെത്തേഡിനെ കോൾ ചെയ്യുന്നു. ഇതിന്റെ അകത്ത് എന്താ റീപ്ലേസ് ചെയ്യേണ്ടത്, നമ്മുടെ ടെംപ്ലേറ്റ് ഫയലിലുള്ള ഡബിൾ ബ്രേസസിനുള്ളിൽ കിടക്കുന്ന നെയിമിനെ റീപ്ലേസ് ചെയ്യണം അല്ലെ. ഇവിടെ നെയിം വേരിയബിൾ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. നമ്മളിവിടെ HTML ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കോൺസ്റ്റന്റ് ആയിട്ടല്ലേ, അത് നമ്മൾ ലെറ്റോ വാറോ യൂസ് ചെയ്ത് ഡിക്ലെയർ ചെയ്യണം. കാരണം നമ്മൾ അതിനെ ഇവിടെ റീഅസൈൻ ചെയ്തിട്ടുണ്ടല്ലേ. ഫൈനലി n മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. ഇതിൻ്റെ അകത്ത് HTML ഡയറക്റ്റ് ആയിട്ട് ഞാൻ റെസ്പോൺസ് ആയിട്ട് സെൻഡ് ചെയ്യുവാണ്.
ഞാൻ എൻ്റെ സെർവറിനെ റീസ്റ്റാർട്ട് ചെയ്യുവാണ് അഗെയിൻ. ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഹെഡിങ് ടാഗും രണ്ടാമത് ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഹെഡിങ് ടാഗിലെ നെയിം അനുവും ഹലോയും വന്നിട്ടുണ്ട്. ഹലോ അനു എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് നമ്മൾ HTML ടെംപ്ലേറ്റ് ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് Node.js റൗട്ടിംഗ് ചെയ്യുന്നത് നോക്കാം. ബേസിക്കലി ഇതൊരു പേജ് നാവിഗേഷൻസ് ആണല്ലേ. നമ്മളൊരു URL എൻ്റർ ചെയ്യുമ്പം അതിന്റെ കറസ്പോണ്ടിങ് വെബ് പേജ് ലോഡ് ചെയ്ത് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുമ്പം അതിൽ ബേസിക് ആയിട്ട് കുറെ മെനൂസ് കാണാറില്ലേ, ഹോം മെനു, എബൌട്ട്, കോണ്ടാക്ടസ്. അപ്പൊ ഇത് ഓരോ മെനുവിന്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കറസ്പോണ്ടിങ് പേജിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യൂലേ. അപ്പൊ ഇതുപോലെ എങ്ങനെയാണ് Node.js റൗട്ടിംഗ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഈ കോഡ് ഒന്ന് ക്ലിയർ ചെയ്യുവാണ്. നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിക്വസ്റ്റും റെസ്പോൺസും രണ്ട് ഒബ്ജക്റ്റ് ആണ്. റിക്വസ്റ്റ് ഒബ്ജക്റ്റിനകത്ത് ഇൻകമിംഗ് റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഉണ്ടാവുക എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ മെത്തേഡ്, URL ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുമെന്ന്. സോ നമുക്ക് ഫസ്റ്റ് request.url പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഡയറക്റ്റ് ആയിട്ട് response.end കൊടുക്കുകയാണ്. എൻഡിന്റെ അകത്ത് request.url. ഇനി സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ / കാണാം. കാരണം നമ്മളിപ്പോ നിൽക്കുന്നത് റൂട്ടിലാണല്ലോ. ഇത് ഞാൻ ഇതിനകത്ത് URL ഡയറക്റ്റ് ആയിട്ട് about കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പൊ കറന്റ് ബ്രൗസറിലുള്ള URL നമുക്ക് റിട്ടേൺ കിട്ടി. അതേപോലെ നമുക്ക് API എന്ന് കൊടുക്കുകയാണെങ്കിൽ /API എന്ന് കിട്ടും. റിക്വസ്റ്റിലെ URL പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് റൗട്ടിംഗ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇത് കൂടാതെ മെത്തേഡ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട്. നമ്മൾ സാധാരണ ഗെറ്റ് പോസ്റ്റ് മെത്തേഡുകൾ യൂസ് ചെയ്യാറില്ലേ. ഇപ്പൊ URLും ഗെറ്റ് പോസ്റ്റ് മെത്തേഡിന്റെ കോമ്പിനേഷനും കൂടെ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് റൗട്ടിംഗ് ചെയ്യാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നമുക്ക് വെബ് ഫ്രെയിംവർക്സ് യൂസ് ചെയ്തിട്ട്, എക്സ്പ്രസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇത് കോർ ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട്, സപ്പോസ് നമുക്ക് 3 പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫസ്റ്റ് നമ്മുടെ ഹോം പേജ്, രണ്ടാമത്തതൊരു എബൌട്ട് പേജ്, മൂന്നാമത്തൊരു API പേജ്, അതായത് ഒരു JSON റെസ്പോൺസ് വരുന്ന പേജ്. അപ്പൊ നമുക്ക് ഈ 3 പേജിന് ഒരു റൗട്ടിംഗ് ക്രിയേറ്റ് ചെയ്താലോ. അപ്പൊ URLനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് കൊടുക്കുക. ഇത് നമുക്ക് if else സ്വിച്ച് കേസോ യൂസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് if else യൂസ് ചെയ്തിട്ട് ചെയ്യാം. ആദ്യം if of request.url equal to / അതായത് / എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്, ഹോം പേജ് ആണെന്നല്ലേ. ഹോം പേജ് ആണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ സ്റ്റാറ്റസ് കോഡ് 200 ആണ് കൊടുക്കുന്നത്, സക്സസ്. പിന്നെ കണ്ടന്റ് ടൈപ്പ് text/HTML ആണ് കൊടുക്കുന്നത്. എന്നിട്ട് റെസ്പോൺസിന്റെ അകത്ത് ഒരു H1 ടാഗ് ആണ്, അതായത് ഒരു HTML കണ്ടന്റ് ആണ് റെസ്പോൺസ് ചെയ്യുന്നത്. അതിനകത്ത് ഹോം പേജ് എന്ന് കൊടുക്കുന്നു. ഇനി അടുത്തത് else if of request.url equal to /about പേജ് ആണെങ്കിലോ. ഞാൻ ഇത്രയും പോർഷൻ ഒന്ന് കോപ്പി ചെയ്യുവാണ്. അഗൈൻ ഒരു HTML സ്ട്രിങ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഹോം പേജിന് പകരം എബൌട്ട് എന്ന് മാറ്റി കൊടുക്കുക. ഇനി മൂന്നാമത്തത് ഒരു API പേജ് ആണെന്ന് വിചാരിച്ചു. അതായത് else if of request.url equal to /API. ഇവിടെ JSON റെസ്പോൺസ് ആണല്ലോ ചെയ്യാം. സ്റ്റാറ്റസ് കോഡ് 200 തന്നെയായിരിക്കും. കണ്ടന്റ് ടൈപ്പ് application/JSON നമ്മൾ കുറച്ച് മുന്നേ കണ്ടില്ലേ, സെയിം തന്നെ application/JSON കൊടുക്കുക. എന്നിട്ട് എൻഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു JSON അങ്ങനെ തന്നെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിന് സ്ട്രിങ്ങിഫൈ ചെയ്യണം എന്നല്ലേ. JSON.stringify കൊടുക്കുക. അതിന്റെ അകത്തൊരു ഒബ്ജക്റ്റ് JSON ഡാറ്റ പ്രൊവൈഡ് ചെയ്യാം. ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നെയിം,
ഒബ്ജക്റ്റ് സ്ട്രിങ്ങിഫൈ ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ URL ബേസ് ചെയ്തിട്ട് 3 പേജിലേക്കുള്ള നാവിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഹോം പേജ്, എബൌട്ട്, API. അപ്പൊ ഫൈനലി യൂസർ ഒരു ഇൻകറക്റ്റ് URL ആണ് റിക്വസ്റ്റ് ആയിട്ട് വന്നതെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ സാധാരണ ഫോർ നോട്ട് ഫോർ എറർ വരുമല്ലേ, പേജ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്, അത് ഇംപ്ലിമെന്റ് ചെയ്യാം. എൽസ് റിക്വസ്റ്റില് ഡോട്ട് റൈറ്റ് ഹെഡില് ഇവിടെ സ്റ്റാറ്റസ് കോഡ് വരുന്നത് എന്തായിരിക്കും? 404 ഫോർ നോട്ട് ഫൗണ്ടിന്റെ ഇതായിരിക്കും അല്ലെ. അതേപോലെ റെസ്പോൺസിൽ നമുക്കൊരു ടെക്സ്റ്റ് സെൻഡ് ചെയ്യാം. എന്തായിരിക്കും? പേജ് നോട്ട് ഫൗണ്ട്. അപ്പൊ നമ്മുടെ റൗട്ടിങ് ഇത്രയേ ഉള്ളൂ. ഹോം പേജ്, എബൌട്ട് പേജ്, APIന്റെ പേജ്, ഫൈനലി 404നെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. വെബ് സെർവർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഹോമിന്റെ URL കൊടുക്കാം. ഹോം പേജ് വന്നിട്ടുണ്ട്. ഇനി /about കൊടുക്കുക. എൻ്റർ അടിക്കുമ്പം അതിന്റെ കറസ്പോണ്ടിങ് റെസ്പോൺസ് വന്നിട്ടുണ്ട്. API കൊടുക്കുകയാണെങ്കിൽ API നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു JSON സ്ട്രിങ് റെസ്പോൺസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോണ്ടാക്ട് എന്ന് കൊടുത്തു നോക്കിയാലോ. ആക്ച്വലി നമ്മൾ ഇങ്ങനെ ഒരു റൗട്ടിങ് ചെയ്തിട്ടില്ല. എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. നമ്മൾ റെസ്പോൺസ് ഡോട്ട് റൈറ്റ് ഹെഡിന് പകരം റിക്വസ്റ്റ് ഡോട്ട് റൈറ്റ് ഹെഡ് ആയിരുന്നു അല്ലേ കൊടുത്തത്. അതാണ് ഇവിടെ എറർ വന്നത്. ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. അഗെയിൻ ബ്രൗസറിൽ വന്ന് റിഫ്രഷ് ചെയ്യാം. പേജ് നോട്ട് ഫൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇതാണ് .jsൽ ബേസിക് ആയിട്ട് റൗട്ടിങ് ചെയ്യുന്ന മെത്തേഡ്. പക്ഷെ ഇതൊക്കെ നമ്മളിപ്പോൾ ഫ്രെയിം വർക്കിൽ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും ഒക്കെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. താങ്ക് യു.